മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ സ്മരണ പുതുക്കുന്നതാണ്. ഓണം എന്ന് പറയുന്നത് മഹാബലിയുടെ മഹാത്യാഗത്തിൻ്റേതാകുന്ന സ്മരണയാണ്. ഇവിടെ ഒരു പങ്കിടിയലിൻ്റേതാകുന്ന ഓർമ്മയാണ് പുതുക്കപ്പെടുന്നത്. മഹാബലിയെ സമീപിച്ച മഹാവിഷ്ണുവിന് തൻ്റെ ജീവിതം തന്നെ പകുത്തു നൽകുവാൻ തക്കവണ്ണം മഹാബലി തയ്യാറാകുന്നതാണ് ഓണത്തിൻ്റെ സ്മരണ എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഈ സ്മരണ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഒരു പങ്കിടിയിൽ പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ ഓണം പൂർണ്ണമായി തീരുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. ആ സ്മരണ എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റേതാകണം, സ്നേഹത്തിൻ്റേതാകണം, സമാധാനത്തിൻ്റേതാകണം. കാലുഷ്യമാകുന്ന ഈ ലോകത്തിൽ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണർത്തുകയാണെങ്കിൽ ഓണം പങ്കിടിയലിൻ്റേതാകും, സ്നേഹത്തിൻ്റേതാകും, സമാധാനത്തിൻ്റേതാകും. വെറും ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള പങ്കിടിയിൽ മാത്രമല്ല, ശാരീരികവും മാനസികവുമാകുന്ന ജീവിതത്തിൽ മനുഷ്യൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവൻ്റെ ബുദ്ധിയും അവൻ്റെ ശക്തിയും അവൻ്റെ സ്നേഹവുമായിരിക്കണം. അത് പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു പുതിയ പരിവർത്തനത്തിൻ്റേതാകുന്ന ഓണം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും ക്രൈസ്തവരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യേശുക്രിസ്തു നമ്മെ അത് ഓർമ്മിപ്പിക്കുകയും നമ്മെ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പഠിച്ചതാകുന്ന പാഠം ഓണത്തിൻ്റേതാകുന്ന ഈ ഐതിഹ്യവുമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാനായിട്ട് ഇടയാകണം. അങ്ങനെയുള്ളതാകുന്ന ഒരു ഓണം എല്ലാവർക്കും പ്രത്യേകമായി നേരുന്നു. ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുകയും ചെയ്യും.